പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ജൂൺ 10 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലർ പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രമില്ല
രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തെ കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട് കർത്താവേ. അത് എല്ലായിടത്തും അതുണ്ട്, ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല. ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചു പൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിലെ നമ്മളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പറയുന്നുണ്ട്. പ്രവർത്തകരുടെ, പ്രേക്ഷിതരുടെ, നമ്മൾ ദൈവത്തിൻ്റെ നമ്മുടെ കൂടെ ദൈവം ചെയ്യുന്ന വേലയുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ബൈബിൾ പറയണത്, നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണെന്ന്. ഇപ്പം നമ്മളുടെ തണ്ടിയായി നിൽക്കുന്നത് ദൈവമാണ്. 1 കൊരിന്ത്യർ 3:9 ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. പ്രേക്ഷിതനെന്ന് പറയുന്ന ആള് ബേസിക്കായിട്ട് ആരാണ്? ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെയാണ്. അപ്പം നമ്മുടെ പണിക്കൂട്ടുകാരൻ ആരാണ്? ദൈവമാണ്. അപ്പോൾ ദൈവമാണ് പ്രവർത്തിക്കണത്. അപ്പം നിങ്ങളിപ്പോൾ പത്രം കൊണ്ട് ഉടമ്പടിക്കാരാകുമ്പോൾ അയ്യോ, അപ്പം നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും വന്നില്ലെങ്കിൽ നിങ്ങളുടനെ അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ, നാളെ കൊടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരക്കാരൻ ദൈവമല്ല, നിങ്ങളുടെ അയൽവാസിയോ ഫ്രണ്ടോ ആണ്. അങ്ങനെ സുവിശേഷത്തിൽ ഒരു ഓപ്ഷനില്ല. അതൊരു മാനുഷിക പ്രവർത്തനങ്ങൾക്കാണ് അതൊക്കെ വേണ്ടി വരുന്നത്. നമ്മൾ ചെയ്യുന്നത് മാനുഷിക പ്രവർത്തനമല്ല, ദൈവിക പ്രവർത്തനമാണ്. ദൈവിക പ്രവർത്തനങ്ങളിൽ കൂട്ടുവേലയിൽ വരണത്, അതർ സൈഡിൽ വരണത് ദൈവമാണ്. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ തന്നെയും, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞില്ലേ, പിരിയാൻ നേരത്ത് തിമോത്തിയോസിനോട് പറയും, എൻ്റെ ജോലി പൂർത്തിയായി, ഞാൻ വിശ്വാസം സംരക്ഷിച്ചു, നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നു. പക്ഷേ വിഷയം എന്താ? ഞാൻ പോകുന്നത് കാരണം നീ നിൻ്റെ ജോലി കൂട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നീ അവസാനിപ്പിക്കരുത്. എനിക്ക് കൽപ്പിച്ചെടുത്ത് ഞാൻ നിൽക്കുമ്പോൾ നീ മുന്നോട്ട് പോകണം. ഒറ്റക്കാണെങ്കിലും നീ ജോലി ചെയ്യണം. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും പൗലോസ് പോകുമ്പോൾ തന്നെ, പൗലോസ് വേർപിരിയുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമല്ലല്ലോ. അതാണ് അല്ലെങ്കിലും എന്ന് പറയണത്. അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. പ്രബോധനത്തിലെ എന്താ കാര്യം? പ്രബോധനമാണ് നമുക്ക് ആൾക്കാർക്ക് ബോധ്യങ്ങൾ നൽകുന്നത്. പിന്നെ ദൈവവചനം എന്തിനാണെന്ന് വെച്ചാൽ അത് പ്രബോധനമാണ്. തെറ്റുതിരുത്താനും പ്രബോധനത്തെ ദൈവവചനം അത് തെറ്റുതിരുത്തുന്നതിനും. 2 തിമോത്തി 3:16 വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഈ പരിശീലനം പൗലോസിൻ്റെ അഭാവത്തിലും അസാന്നിധ്യത്തിലും കണ്ടിന്യൂ ചെയ്യണമെന്നാണ് തിമോത്തി കൊടുക്കുന്ന നിർദ്ദേശം. തിമോത്തി അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല കാര്യത്തിൽ.
എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് തിമോത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. ഫിലിപ്പിയർ 4:12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഈ പരിശീലനം എന്ന് പറയുന്നത് ചെറുത് അജ്ഞാത പരിശീലനമായിരിക്കും, പക്ഷേ ദൈവ നിവേശിതമായിരിക്കും. ഉദാഹരണത്തിന് സാവൂളിലെ അജ്ഞാത പരിശീലനം, ഇങ്ങനെ അജ്ഞാത പരിശീലനം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമുക്ക് വേണമെങ്കിൽ നാളെ പറയാം. തൽക്കാലത്തേക്ക് ഇത്രയും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.